ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ 2025 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് പൊതുവായ ഫലമാണ് അവിട്ടം നക്ഷത്രക്കാരുടെ നമ്മളോട് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമമായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് 2025 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ജീവിത പങ്കാളിയുമായിട്ട് അകന്നു കഴിയേണ്ട സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ദമ്പതികൾക്ക് അത്ര ഗുണകരമല്ല. നിങ്ങൾ കൂട്ടു ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കലാശിക്കും. നിങ്ങൾക്ക് കർമ്മരംഗം ഗുണകരം തന്നെയാണ്. കർമ്മരംഗത്ത് വൻ നേട്ടം തന്നെ കാണുന്നു. ഉദ്യോഗസ്ഥർക്കൊക്കെ ഗുണകരമായിട്ട് കാണുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഗുണകരമായ സമയമാണ്. ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ബന്ധുക്കൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ സമയത്ത് മാറിക്കിട്ടും. ബന്ധുമിത്രാദികളുമായിട്ട് ചർച്ചയില്ലായ്മ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് 1, 4, 10, 14, 22, 27 എന്ന തീയതികൾ ശുഭകരമായിട്ട് കാണുന്നില്ല. അന്നേ ദിവസങ്ങളിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതാണ്. പുതിയ വ്യവസായങ്ങൾ തുടങ്ങുക, പുതിയ വിദ്യാരംഭം കുറിക്കുകയൊക്കെ മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. ഗുണകരമായിട്ടുള്ള നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഒന്ന് ശുഭദിനമായിട്ട് കാണരുത്. ആ തീയതികളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ശുഭകാര്യങ്ങൾ, ദീർഘയാത്ര പോവുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക ഒക്കെ ചെയ്യുന്നത് കഴിയാവുന്നതും ഒന്ന് മാറ്റിവെക്കുക. വ്യാപാര മേഖലയിലൊക്കെ വൻ മുന്നേറ്റമാണ് കാണുന്നത്. ബിസിനസ്സുകാർക്കൊക്കെ വളരെ ഗുണകരം, വ്യാപാരികൾക്കും ഗുണകരമായിട്ടാണ് കാണുന്നത്. ശത്രുദോഷം കുറയുന്ന സമയമാണ്. എന്നാൽ ഷെയർ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമല്ല. നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നതാണ് ഈ സമയത്ത്. സാമ്പത്തിക ആരോപണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും. ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചു വരുന്നൊരു സമയമാണ്. എന്നാൽ സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. സഹോദരന്മാരൊക്കെ ഗുണകരമല്ല. ശരീരത്തിനും മനസ്സിനും പൊതുവെ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നൊരു സമയം കൂടിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതമൊക്കെ സന്തോഷകരമായിരിക്കും. എന്നാലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അമിതമായിട്ട് ഇടപെടുന്നത് ഒന്ന് മാറ്റിവെക്കുക. അത് ദോഷത്തിൽ കലാശിക്കും. അനാവശ്യ ചിന്തകളൊക്കെ നിങ്ങൾ ഈ സമയത്തൊന്ന് മാറ്റിവെക്കുക. ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിച്ച് നിങ്ങളുടെ ജീവിതം വെറുതെ പാഴാക്കരുത്. നല്ലൊരു സമയമാണ്. ഈശ്വരഭജനം ഈ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ദുഷ്ചിന്തകളൊക്കെ ഉള്ളപ്പോൾ ഈശ്വരഭജനം നല്ലതായിരിക്കും. അതുപോലെ ഊഹക്കച്ചവടം എന്നിവയൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് ബിസിനസ് മാത്രമല്ലല്ലോ, മറ്റു രീതിയിലും ഊഹക്കച്ചവടങ്ങളുണ്ട് ഈ നാട്ടിൽ. ഊഹാപോഹങ്ങൾ വെച്ച് അല്ലെങ്കിൽ മോഹവില കൊടുത്ത് സാധനം വാങ്ങുക ഒക്കെ ചെയ്യുന്നതൊക്കെ ഊഹക്കച്ചവടത്തിൽ പെടുത്താം. അപ്പോൾ അവർക്കൊക്കെ ഒരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നു. അവർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ റേഞ്ചിലേക്കൊക്കെ എത്താൻ പറ്റുന്ന സമയമാണ്. ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവരെന്താണോ മനസ്സിൽ കണ്ടിരുന്നത് ആ രീതിയിലുള്ള കലാപരമായിട്ടുള്ള രീതിയിൽ ആ റേഞ്ചിലേക്കൊക്കെ എത്തുക, അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ കലാകാരന്മാർക്ക് വളരെ ഗുണകരമായ സമയമാണ്. നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ നിങ്ങൾക്കൊരു കരയെത്താൻ സാധിക്കും. അന്യദേശത്ത് സ്ഥിരതാമസത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് കിട്ടണം, അല്ല ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അവരുടെ ഗവൺമെൻറ് പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അതിനുള്ള അനുമതി പത്രം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ജീവിതം സന്തോഷകരമാണ് ഈ 2 മാസവും. നിങ്ങൾക്ക് വളരെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഗുണാനുഭവങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുക. വെള്ളിയാഴ്ചകളിൽ വിഘ്നേശ്വരൻ്റെ ഭഗവാന്റെ ക്ഷേത്രം ദർശിച്ച് ഭഗവാന്റെ ചരണങ്ങൾ അഭിഷം പ്രാപിക്കുക. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു മാസങ്ങളുടെ വീഡിയോയും മറ്റു നാളുകളുടെ വീഡിയോയും ഈ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കാണാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.